ശ്രീ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. പദ്ധതിയിൽ ഒപ്പിടാൻ സന്നദ്ധത സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചു. സിപിഐയുടെ എതിർപ്പ് തള്ളിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തിൽ നിന്നും പിന്മാറില്ലെന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടായിരിക്കും പദ്ധതി നടപ്പിലാക്കുകയെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. കുട്ടികൾക്ക് ലഭിക്കുന്ന പണം എന്തിന് വേണ്ടെന്ന് വെക്കണമെന്നായിരുന്നു സിപിഐയുടെ എതിർപ്പിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മന്ത്രിയുടെ മറുപടി. ആദ്യം മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെങ്കിലും രാജ്യത്തെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് ഫണ്ട് എങ്ങനെ വെട്ടിക്കുറയ്ക്കാമെന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ട് എന്തെങ്കിലും സാങ്കേതികത്വം പറഞ്ഞ് മാറ്റപ്പെടേണ്ട കാര്യമില്ല. അത് ഫണ്ട് വാങ്ങിയിട്ട് കേരളത്തിന്റെ ജനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള, കേരളത്തിന്റെ സംസ്കാരത്തിന് അനുയോജ്യമായിട്ടുള്ള, കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യം ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ ഊന്നിയൊന്നുകൊണ്ട് ഈ ഫണ്ട് വാങ്ങി ഞാൻ ഈ പറഞ്ഞ വിഭാഗത്തിന്റെ സഹായം ചെയ്യണമെന്നുള്ളതാണ്. അത് പോസിറ്റീവായിട്ട് മാത്രം എടുത്താൽ മതിയാവും. അത് നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. PM ശ്രീ പദ്ധതി വേണ്ട എന്നായിരുന്നു തുടക്കത്തിൽ, അത് സ്വീകരിക്കേണ്ട എന്നായിരുന്നു സംസ്ഥാന സർക്കാർ നിലപാട്. പക്ഷേ ഇപ്പോൾ ഇതാ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവാനാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു ഡാൻ. അതുമാത്രമല്ല, സിപിഐയുടെ എതിർപ്പ് തള്ളിയാണ് ഈ നീക്കത്തിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതെങ്ങനെ നടപ്പിലാക്കാനാണ് വിദ്യാഭ്യാസ മന്ത്രി ആലോചിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായത്? വിവരങ്ങൾ. നേരത്തെ തന്നെ ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകാനായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടിയാലോചന. പക്ഷേ അതിന് CPI എതിർപ്പറിയിച്ചതിനെ തുടർന്നാണ് PM ശ്രീ പദ്ധതിയുമായി യോജിച്ചു പോകാനുള്ള തീരുമാനം വൈകുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ആ നിലപാട് വിദ്യാഭ്യാസ വകുപ്പ് കടുപ്പിക്കുകയും തീരുമാനവുമായി യോജിച്ചു പോകാമെന്നുള്ളൊരു ധാരണയിലേക്ക് എത്തുകയുമായിരുന്നു. അതായത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് എങ്കിലും ഇത് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. മാത്രവുമല്ല, ഇതിൽ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കാൻ, അതായത് കേരളത്തിലടക്കമുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന ആക്ഷേപമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റേത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ PM ശ്രീ പദ്ധതിയുമായി മുമ്പോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.